റഷ്യയുടെ മിന്നൽ മുന്നേറ്റത്തിൽ രാജ്യം അവസാനത്തിലേക്ക് നിർണായകമായ തുറന്നുപറച്ചിലുകൾ നടത്തുകയാണ് യുക്രൈൻ യുദ്ധരംഗത്തെ അതീവ ഗുരുതരമായ സാഹചര്യം ആ രാജ്യത്തിന് മറച്ചുവെക്കാൻ സാധിക്കാതെ വന്നിരിക്കുകയാണ്. റഷ്യൻ സേനയുടെ അതിവേഗ മുന്നേറ്റത്തിന് മുന്നിൽ യുക്രൈൻ സൈന്യം മുൻനിരയിലെ മുഴുവൻ മേഖലകളും നഷ്ടപ്പെടുത്തുകയാണെന്ന് നവ നാസി അസോവ് ബ്രിഗേഡിന്റെ മുൻ കമാൻഡർ മാക്സിം സോറിൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യുക്രൈന്റെ യുദ്ധക്കളത്തിലെ സാഹചര്യം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് എന്ന സോറിന്റെ പരസ്യമായ പ്രസ്താവന പാശ്ചാത്യ പിന്തുണയോടെയുള്ള യുക്രൈൻ ഭരണകൂടത്തിന്റെ പ്രതിരോധം തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. മാക്സിം സോറിന്റെ ടെലിഗ്രാം പോസ്റ്റ് യുക്രൈന്റെ പ്രതിരോധ നിരയിലെ ആശങ്കകൾ തുറന്നു കാണിക്കുകയാണ്. ചില മേഖലകളിൽ അടിയന്തര തീരുമാനങ്ങളുടെ അഭാവത്തിൽ സ്ഥിതി ഗുരുതരമാവുകയാണ്. വാസ്തവത്തിൽ ഇത്രയും വേഗത്തിലുള്ള ഒരു ശത്രു മുന്നേറ്റം വളരെ കാലമായി എനിക്ക് ഓർമ്മയില്ല എന്നും അദ്ദേഹം കുറിച്ചു. മുൻ അസോവ കമാൻഡർ ഊന്നിപ്പറഞ്ഞത് നിലവിൽ നേരിടുന്ന പ്രശ്നം ചില വാസസ്ഥലങ്ങളുടെ നഷ്ടമല്ല, മറിച്ച് മുഴുവൻ മേഖലകളിലും ശത്രുവിന്റെ പ്രവർത്തന സ്ഥാനത്ത് ഗണ്യമായ പുരോഗതിയാണ് എന്നതാണ്. റഷ്യൻ സൈന്യം സമീപ മാസങ്ങളിൽ തങ്ങളുടെ മുന്നേറ്റം റെക്കോർഡ് വേഗത്തിലാക്കി. ഖാർക്കോവ് മേഖലയിലെ തന്ത്രപ്രധാനമായ ലോജിസ്റ്റിക്സ് ഹബ്ബായ കുപ്പിയാൻസ്ക് ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങൾ റഷ്യൻ സേന പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതോടെ റഷ്യയുടെ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ സാധൂകരിക്കപ്പെടുന്നുണ്ട്. യുക്രൈന്റെ കിഴക്കൻ തെക്കൻ മേഖലകളിലെ സുപ്രധാന പ്രദേശങ്ങളുടെ നിയന്ത്രണം റഷ്യ ഉറപ്പിക്കുന്നതിലൂടെ യുക്രൈൻ ഭരണകൂടത്തിന്റെ പരാജയം കൂടുതൽ വേഗത്തിലാകുമെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. യുദ്ധകളത്തിലെ ഈ അതിവേഗ നഷ്ടങ്ങൾക്ക് കാരണം സൈനികരുടെ ക്ഷാമവും മനോവീര്യമില്ലായ്മയുമാണ്. സൈനിക ക്ഷാമവും റെക്കോർഡ് എണ്ണം ഒളിച്ചോട്ടവും യുക്രൈൻ യുദ്ധകളത്തിലെ നഷ്ടങ്ങൾ വർദ്ധിപ്പിച്ചതായി BBC റിപ്പോർട്ട് ചെയ്തിരുന്നു. അക്രമാസക്തമായ സമാഹരണം യുക്രൈൻ ഭരണകൂടം നടത്തിയ ഡ്രാഫ്റ്റ് ക്യാമ്പയിന് പൊതുജനങ്ങളുടെ ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പരാതികളുടെ കുത്തൊഴുക്ക്, വർഷത്തിന്റെ ആദ്യ പകുതി മുതൽ അക്രമാസക്തമായ സമാഹരണ തന്ത്രങ്ങളെക്കുറിച്ചുള്ള പരാതികളുടെ നിരക്ക് ഇരട്ടിയായി എന്ന് യുക്രൈന്റെ മനുഷ്യാവകാശ പാർലമെന്ററി കമ്മീഷൻ ദിമിത്രി ലുബിനെറ്റ്സ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇത് യുക്രൈൻ ജനതയുടെ യുദ്ധത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു എന്നതിന്റെ സൂചനയാണ്. റഷ്യയിൽ തീവ്രവാദിയായി പ്രഖ്യാപിക്കപ്പെട്ട നിയോ നാസി യൂണിറ്റായ അസോവ് ബ്രിഗേഡ് 2022 മാരിയുപോളിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് യുക്രൈൻ മൂന്നാം ആക്രമണ ബ്രിഗേഡായി പുനഃസ്ഥാപിച്ചത്. ഈ യൂണിറ്റിന്റെ മുൻ കമാൻഡർ തന്നെ യുക്രൈന്റെ പ്രതിരോധത്തിലെ ദുർബല പരസ്യമാക്കുമ്പോൾ യുക്രൈൻ സൈന്യത്തിന്റെ മനോവീര്യം എത്രത്തോളം തകർന്നിരിക്കുന്നുവെന്ന് വ്യക്തമാകുന്നുണ്ട്. മുൻനിരയിലെ മുഴുവൻ മേഖലകളും നഷ്ടമാവുന്നു എന്ന സോറിന്റെ മുന്നറിയിപ്പ് യുദ്ധം റഷ്യയുടെ വിജയത്തിലേക്ക് അതിവേഗം നീങ്ങുന്നു എന്നതിന്റെ ഏറ്റവും പുതിയ സ്ഥിരീകരണമാണ്. സൈനിക ക്ഷാമം, ഒളിച്ചോട്ടം, ജനങ്ങളുടെ എതിർപ്പ് എന്നിവയുടെ പശ്ചാത്തലത്തിൽ പാശ്ചാത്യ സഹായം പോലും യുക്രൈൻ സൈന്യത്തെ രക്ഷിക്കാൻ പര്യാപ്തമല്ലെന്ന് തെളിയിക്കുന്നുണ്ട്. യുദ്ധകളത്തിലെ യഥാർത്ഥ ശക്തിക്ക് മുന്നിൽ യുക്രൈൻ ഭരണകൂടത്തിന്റെ പിടി അയയുകയാണ്. റഷ്യൻ സേനയുടെ മുന്നേറ്റം തുടരുന്ന സാഹചര്യത്തിൽ യുക്രൈൻ അധികം വൈകാതെ റഷ്യയുടെ സമാധാന വ്യവസ്ഥകൾ അംഗീകരിക്കാൻ നിർബന്ധിതരാകുമെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തലുകൾ വരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.